അസ്സലാമു ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പക്കോടേൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ കടലമാവൊന്നും ഉപയോഗിക്കാതെ വെറും ഓട്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു പക്കോടയാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പിക്ക് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് ഇതൊരു രണ്ട് മീഡിയം സൈസ്ഡ് സവാളയാണ്. ഇത് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടികളൊക്കെ ഒന്ന് കൈ വെച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെറ്റൽസൊക്കെ ഈ രൂപത്തിലാണ്. അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 2 മീഡിയം സൈസ്ഡ് സവാള. ഇതിലോട്ട് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. 1 ഇഞ്ച് വലുപ്പത്തിൽ 1 ഇഞ്ചിന് ഞാൻ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതും ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ്. ബോയിൽ ചെയ്തതൊന്നുമല്ല, സാധാ ഉരുളക്കിഴങ്ങാണ്, വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. വളരെ കുഞ്ഞു സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ ഇത് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാല ഓപ്ഷണലാണ്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഒരു കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഓട്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെ ഓട്സിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമുക്കിത് ബൈൻഡ് ചെയ്യാൻ കഴിയണം. ആ രൂപം വരെ നമുക്ക് ഓട്സ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. വയ്ക്കുമ്പോൾ ഞാൻ ബൈൻഡ് ചെയ്യാൻ കഴിയണം. ഇനി നമുക്കൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓട്സ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഓട്സ് കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ, മാവ് കുറച്ചും കൂടി ടൈറ്റായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. മൂടി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഇച്ചിരിയും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 1 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 3/4 കപ്പ് എനിക്ക് യൂസ് ആയതുള്ളൂ. 1/4 കപ്പോളം ഇതിൽ ബാക്കിയുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസിൽ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണപ്പോൾ നന്നായി ചൂടായിട്ട് നമ്മൾ ബാറ്ററിന് കുഞ്ഞു പോർഷൻസ് എടുത്തിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ തിരിച്ചു മറിച്ചിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ബാച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോട. നമ്മളിതിൽ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.